ഹായ് ഹലോ, എല്ലാവർക്കും എവരിഡേ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തട്ടുകട സ്റ്റൈലിൽ ഒരു ഗ്രീൻ പീസ് മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ആദ്യം തന്നെ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഗ്രീൻ പീസ് അധികം കുഴഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയം കൊണ്ട് ഗ്രീൻ പീസിനുള്ള മസാല തയ്യാറാക്കാം കേട്ടോ. ഇനി ചീനച്ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതേ സമയം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി തീ കുറച്ച ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഗരം മസാലയും എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി എന്നിവ ചേർത്ത് 1 മിനിറ്റ് നന്നായി വഴറ്റാം. മസാല ഒന്ന് റെഡിയായി വരുമ്പോൾ ഇനി പാനിലേക്ക് 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മസാലയുമായി യോജിപ്പിച്ചെടുക്കാം. ഇനി വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഈ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനം ഈ മസാലയിലേക്ക് ഒരു ലേശം കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചാൽ നമ്മുടെ തട്ടുകട സ്റ്റൈല് ഗ്രീൻ പീസ് മസാല റെഡിയായി കേട്ടോ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ.